നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 3 കരിങ്കുട്ടി സ്വാമിയുടെ ഉൽപ്പത്തി. 27-ാം ദിനത്തിൽ കേൾക്കുക. വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകൾ ചെന്നിട്ടും കുട്ടികൾ ഇല്ലാതിരുന്ന കരിനീലിക്ക് അതീവ മനോവിഷമം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭർത്താവായ വേദനാഥനെ ഒന്നും അറിയിച്ചിരുന്നില്ല. കരിനീലിയുടെ അത്ര തന്നെ കഴിവുറ്റവനായിരുന്നു വേദനാഥൻ. വിവാഹിത അല്ലാതിരുന്നിട്ടും ദിവ്യഗർഭത്തിന് അർഹയായ കൂളിവാകയ്ക്ക് സംഭവിച്ച പല കാര്യങ്ങളും തട്ടും മുട്ടും കൂടാതെ കൂളിവാക തൻ്റെ ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കൂളിവാകയ്ക്ക് കൈവരിച്ച സൗഭാഗ്യത്തെ ഓർത്ത് അളവറ്റ സന്തോഷവും നൈസർഗികമായി ഏതൊരാൾക്കും തോന്നാവുന്ന ചെറിയൊരു മനോവിഷമവും തോന്നി. കാരണം കൂളിവാകയേക്കാൾ പരമേശ്വരനെ ആരാധിച്ചിരുന്നത് കരിനീലിയായിരുന്നു. മഹാദേവനെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ കൂളിവാകയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു വിഷമം. കൂളിവാകയ്ക്ക് കൈവരിച്ച സൗഭാഗ്യങ്ങളിൽ കരിനീലി കൂടുതൽ സന്തോഷിക്കുക മാത്രം ചെയ്തു. കുക്കുന്ദര രാജാവിൻ്റെയും വനശ്രീ മാതാവിൻ്റെയും ഏകമകളായ താൻ ഗർഭഗൃഹത്തിലേക്ക് പുറപ്പെട്ടാൽ തിരിച്ചു വരുവാൻ ഏറെ നാളുകൾ വേണ്ടി വരുന്നത് കൊണ്ട് തൻ്റെ അപരയെ സൃഷ്ടിച്ചു നൽകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കൂളിവാക കരിനീലിയുടെ അനുജത്തി ആയതും കുക്കുന്ദര രാജാവിനും വനശ്രീ മാതാവിനും രണ്ടാമത്തെ മകൾ ആയതും. തനിക്ക് നെല്ലച്ചൻ പരമേശ്വരനെ വേദത്തിലെ വശീകരണ മന്ത്രങ്ങൾ ചൊല്ലി പ്രീതിപ്പെടുത്തി മഹേശ്വരനെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താമായിരുന്നു. എന്നിട്ടും താൻ അത് ചെയ്തില്ല. കാരണം തൻ്റെ അതിയായ ഭക്തിയിൽ പരമപിതാവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് കരുതി. എന്നാൽ തനിക്കത് തെറ്റിപ്പോയി. തൻ്റെ മനോവിഷമം വേദനാഥനോട് പറഞ്ഞു കൊണ്ട് തേങ്ങുകയായിരുന്നു കരിനീലി. പെട്ടെന്ന് തന്നെ ഒരു ഉഗ്രശബ്ദമെടുത്ത്